ആയുർവേദത്തിൻ്റെ അനന്തമായ സാധ്യതകൾ കേരളത്തിന് പരിചയപ്പെടുത്തുകയാണ് കൊച്ചിയിലെ അർജുന എക്സ്ട്രാക്ട്സ് എന്ന സ്ഥാപനം. മലയാളികളായ 2 സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഈ സ്ഥാപനത്തിൻ്റെ നേട്ടങ്ങൾ ഇന്ത്യക്ക് തന്നെ അഭിമാനകരമാവുകയാണ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ നാട്. ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനുമുള്ള ഇവയുടെ അപാരമായ ശക്തി ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആയുർവേദത്തിന് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത മേഖലകളെ നിരന്തരമായ ഗവേഷണത്തിലൂടെ തിരിച്ചറിയുകയാണ് കൊച്ചി കേന്ദ്രമായ അർജുന നാച്ചുറൽ എക്സ്ട്രാക്ട്സ് എന്ന കമ്പനി. മഞ്ഞൾ, നെല്ലിക്ക, ഇഞ്ചി, കുടംപുളി, കുന്തിരിക്കം, മാതളനാരങ്ങ, ചീര, കീഴാർനെല്ലി തുടങ്ങിയ 30ഓളം സസ്യങ്ങളിൽ നിന്ന് 50ലേറെ ആരോഗ്യദായകമായ ഔഷധങ്ങളാണ് അർജുന എക്സ്ട്രാക്ട്സ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവയിൽ മിക്കതിനും രാജ്യാന്തര പേറ്റന്റുകളും ലഭിച്ചിട്ടുണ്ട്. രോഗത്തിന് കാരണമാകുന്നവയെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഇല്ലാതാക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ വലിയ ലക്ഷ്യം. ആയുർവേദത്തിന് ഞങ്ങൾ ചെയ്യുന്നത് അത് മോർ സയൻറ്റിഫിക് വേയിൽ ഓരോ ഹെർബ്സിൻ്റെയും ഓരോ ബൊട്ടാണിക്കൽസിൻ്റെയും ആക്റ്റീവ് പാർട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഐസൊലേറ്റ് ചെയ്ത് അതുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി എത്രത്തോളം വർദ്ധിപ്പിക്കാമെന്നുള്ളത് ക്ലിനിക്കൽ ട്രയൽസിലൂടെ കണ്ടുപിടിച്ചതിന് ശേഷം പർട്ടിക്കുലറായിട്ടുള്ള ആ കമ്പോണൻ്റ് മാത്രമാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. നമ്മൾ ആയുർവേദത്തെ സയൻറ്റിഫിക് വേയിൽ കൂടുതൽ സ്റ്റഡീസ് നടത്തുന്നു, കൂടുതൽ അതിൻ്റെ അകത്ത് നമ്മൾ റിസർച്ച് നടത്തുന്നു, ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. PJ കുഞ്ഞച്ചൻ, ഡോക്ടർ ബെന്നി ആൻ്റണി എന്നീ സുഹൃത്തുക്കൾ ചേർന്ന് 14 വർഷം മുമ്പാണ് അർജുന എക്സ്ട്രാക്ട്സിന് തുടക്കം കുറിച്ചത്. വെറും 3.5 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ വിറ്റുവരവ് 200 കോടി രൂപയാണ്. അമേരിക്ക, യൂറോപ്യൻ നാടുകൾ, ഫാർ ഈസ്റ്റ്, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലായി 40 രാജ്യങ്ങളിലേക്ക് അർജുന എക്സ്ട്രാക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. മഞ്ഞളിലെ കുർക്കുമിന്റെ സവിശേഷമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന BCM 95 എന്ന ഉൽപ്പന്നമാണ് ഇവയിലൊന്ന്. ശരീരത്തിലെ നീരിനും മറവി രോഗത്തിനും അത്യുത്തമമാണ് കുർക്കുമിൻ. എന്നാൽ ശരീരം നേരിട്ട് ആഗിരണം ചെയ്യാത്ത കുർക്കുമിനെ മഞ്ഞളിന്റെ എണ്ണയുമായി യോജിപ്പിച്ച് പ്രത്യേക ഫോർമുലയിലാണ് BCM 95 നിർമ്മിക്കുന്നത്. ടർമറിക്കിലുള്ള യെല്ലോ പിഗ്മെൻറ്റ് അതിനെയാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. ഈ കുർക്കുമിൻ നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ അതിനെ ഒരു ഇന്നോവേറ്റ് ചെയ്തു. ആ പ്രൊഡക്റ്റിനെ ഇന്നോവേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതലും ഹെൽത്ത് ഫുഡ് സെഗ്മെൻറ്റിലേക്കാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. പക്ഷേ ഹെൽത്ത് ഫുഡ് സെഗ്മെൻറ്റിൽ കുർക്കുമിന് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആക്ടിവിറ്റി കുറവായിരുന്നു. ഹെൽത്ത് ഫുഡ് ക്യാപ്സ്യൂളായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ ഞങ്ങളതിനെ ഇന്നോവേറ്റ് ചെയ്തു, അതിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്തു. അത് ഞങ്ങൾ ചെയ്ത ഒരു വലിയൊരു ഇനീഷ്യേഷനാണ്. 2002 ഞങ്ങൾ അതിൻ്റെ റിസർച്ച് നടത്തിയത്. ഈ ടർമറിക്കിലുള്ള ഈ കുർക്കുമിൻ എന്ന് വെച്ച് പറയുന്ന യെല്ലോ പിഗ്മെൻറ്റും അതുപോലെ ടർമറിക്കിലൊരു ഓയിലുണ്ട്, എസൻഷ്യൽ ഓയിലുണ്ട്, സ്മെല്ല് തരുന്ന പാർട്ട്, അത് രണ്ടും കൂടി റീബ്ലെൻഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ നമ്മൾ സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി ഒരു 7 times എൻഹാൻസ് ചെയ്തു. ഓരോ ഔഷധ സസ്യങ്ങളിൽ നിന്നും സത്ത് വേർതിരിച്ചെടുത്താണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ഗുണനിലവാരം ഒട്ടും ചോരാതെയും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയും അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ഇവ നിർമ്മിക്കുന്നത്. ഇതിനായി വിവിധ തലങ്ങളിലുള്ള എക്സ്ട്രാക്ഷൻ, ഡ്രൈയിങ് തുടങ്ങിയ പ്രക്രിയകളും നടത്തുന്നുണ്ട്. അലോപ്പതിക് ഡ്രഗ്സിന് രോഗങ്ങളെ നിയന്ത്രിക്കാനും അത് സുഖപ്പെടുത്താനും കഴിവുണ്ടെങ്കിലും അതിൻ്റെ മറുവശത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ്. അത്തരത്തിലൊരു പ്രിവെൻറ്റീവ് മെഡിസിൻ ലോകത്തിനാകെ സാധ്യമാകുന്നത് ആയുർവേദത്തിൽ മാത്രമാണ്. ആ ആയുർവേദത്തിന് കൂടുതൽ സയൻറ്റിഫിക് മുഖം നൽകി കൂടുതൽ അതിൻ്റെ അകത്ത് നമ്മൾ പഠനങ്ങൾ നടത്തി ആ സാധനം ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ലോകത്ത് നമുക്കുള്ള സ്കോപ്പ്, നമുക്ക് അതിർത്തികളില്ലാത്ത സാധ്യത അതിൻ്റെ അകത്തുണ്ട്.
നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളിലെയും ഫലങ്ങളിലെയും ഒളിഞ്ഞിരിക്കുന്ന ഔഷധമൂല്യം കണ്ടെത്തി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ അർജുന എക്സ്ട്രാക്ട്സ് വിജയം കൈവരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ അന്താരാഷ്ട്ര രംഗത്ത് ഈ സ്ഥാപനം നേടിയ വിശ്വാസ്യത ഇതിന് തെളിവാണ്. ക്യുവർ ഗാർഡൻ എന്ന പേരിൽ ഇപ്പോൾ ഇന്ത്യയിലും ഇവരുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. നീരാണ് എല്ലാ അസുഖങ്ങൾക്കും തുടക്കം. ഇപ്പോൾ ക്യാൻസർ തുടങ്ങി, ഹാർട്ട് കംപ്ലയിൻറ്റ് തുടങ്ങി, അതുപോലെ വാദസംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി, അതിൻ്റെ ഒപ്പം തന്നെ വിഷാദ രോഗം, അതെല്ലാം ഈ നീര് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ ഈ പ്രൊഡക്റ്റിന് ഈ നീര് വലിക്കാനുള്ള വലിയൊരു കഴിവുണ്ട്. ആ കഴിവുള്ളത് കൊണ്ടാണ് ഈ മറവി രോഗത്തിന് ഇത് ഗുണം ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റ് ഒത്തിരി സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്തിടയ്ക്കാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഓസ്ട്രേലിയയിൽ ഒരു ഹ്യൂമൻ സ്റ്റഡി നടത്തി. ആ നടത്തിയതിലാണ് അവർ കണ്ടുപിടിച്ചു ഇത് ഈ മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനും കഴിയുമ്പോഴേക്കും മറവി രോഗം ഒത്തിരി കുറവ് വരുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെല്ലിക്കയ്ക്ക് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അന്താരാഷ്ട്ര നിലവാരമുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗമാണ് അർജുന എക്സ്ട്രാക്ട്സിന്റെ ഏറ്റവും വലിയ ശക്തി. ഓരോ വർഷവും 2 പുതിയ ന്യൂട്രാസ്യൂട്ടിക്കൽ വിഭാഗത്തിൽപ്പെട്ട ആരോഗ്യദായകമായ ഔഷധങ്ങൾ ഇവർ കണ്ടെത്തുന്നു. സുസജ്ജമായ മൈക്രോബയോളജി ലാബ്, എക്കോളജിക്കൽ ആൻഡ് ടോക്സിക്കോളജിക്കൽ ക്ലിനിക്കൽ സ്റ്റഡി, ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ് എന്നിവയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഹെവി മെറ്റൽസ്, കീടനാശിനികൾ എന്നിവയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ ICP-MS, GC-MS, LC-MS തുടങ്ങിയ ആധുനിക യന്ത്ര സംവിധാനങ്ങളും ഇവിടെയുണ്ട്. കാർഷിക സർവകലാശാല തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകളും അർജുന എക്സ്ട്രാക്ട്സ് നടത്തുന്നുണ്ട്. സാധാരണ ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതാണ് ഔഷധ ഗുണം തരുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഇഞ്ചിയിൽ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പം കാർഷിക സർവകലാശാല ഒരു പ്രത്യേക വെറൈറ്റി ജിഞ്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ജിഞ്ചറോൾ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അർജുന ആ പ്രോഡക്റ്റിൽ നിന്നും പുതിയ ജിഞ്ചറോൾ കൂടുതലുള്ള എൻറിച്ച്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൃഷിക്കാർക്ക് ഈ നല്ല വെറൈറ്റി ജിഞ്ചർ കൊടുത്ത് കൂടുതൽ അവർക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും അതുവഴി നമ്മുടെ കാർഷിക മേഖലയെ വളരെ ഉയർത്തുവാനുമായിട്ട് സാധിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അംഗീകരിച്ച ലബോറട്ടറി സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. ആയുർവേദത്തിന്റെ ഇനിയും കണ്ടെത്താനാകാത്ത നിരവധി സാധ്യതകളിലേക്കാണ് ഈ സ്ഥാപനം വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യയിൽ 7000-ൽ പരം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. ചൈനയിൽ അത് 2000-ൽ പരമാണ്. ചൈന ഇന്ന് ചെയ്യുന്നതിൻ്റെ അവർ 20,000 കോടി രൂപയുടെ ഈ എക്സ്ട്രാക്ട്സ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഒരു കണക്ക്. ഇന്ത്യ അതിൻ്റെ 4/1 പോലും ചെയ്യുന്നില്ല. അപ്പം 2000-ൽ പരം ചെടികൾ മെഡിസിനൽ പ്ലാന്റ്സ് ഉള്ളവർ ചെയ്യുന്നതിൻ്റെ 4/1 പോലും ഇന്ത്യ ചെയ്യുന്നില്ല. ഇന്ത്യയിൽ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന മെഡിസിനൽ പ്ലാന്റ്സ് 7000-ആണ്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കണം. ഇന്നത്തെ ഡെവലപ്മെൻറ്റ് സിസ്റ്റം, ഇന്നത്തെ R&D സിസ്റ്റത്തിന് ഗവൺമെൻറ് ചിലവാക്കുന്ന കാശ് ഇത് തന്നെ മതി. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഗൈഡ് ലൈൻ ചെയ്താൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് വളരെ വളരെ വലിയ സാധ്യതകൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. ISO 22000, GMD, സ്പൈസസ് ബോർഡിന്റെ സ്പൈസ് ഹൗസ് സർട്ടിഫിക്കറ്റ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അർജുന എക്സ്ട്രാക്ട്സിന് ലഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിലെ കമ്പനിയുടെ നിർമ്മാണ പ്ലാന്റ് സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യരാശിയുടെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ആവശ്യമായ ആയുർവേദ മൂലകങ്ങളെ കണ്ടെത്തി അവ വിപണിയിലെത്തിക്കുന്നതിൽ വലിയ സേവനമാണ് അർജുന എക്സ്ട്രാക്ട്സ് നടത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ മൂല്യങ്ങളെ തിരിച്ചറിയുവാനും ഓർമ്മപ്പെടുത്തുവാനും ഈ സ്ഥാപനം സഹായിക്കുന്നു. ബിസിനസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.